നമസ്കാരം. സഹകാര്യം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. കോഴിക്കോട് നെല്ലിക്കോട് വനിതാ സഹകരണ സംഘത്തിലെ സാമ്പത്തിക തട്ടിപ്പിനെതിരെ പോലീസ് കേസെടുത്തു. പിന്നാലെ സംഘം പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും കാണാനില്ല. ദിവസങ്ങളായി ഇവർ സൊസൈറ്റിയിൽ വരുന്നില്ലെന്ന് തട്ടിപ്പിനിരയായവർ പറയുന്നു. ഫോണിലും ഇരുവരെയും ലഭ്യമല്ല. സഹകരണ സംഘത്തിൽ സ്ഥിര നിക്ഷേപത്തിന് വ്യാജ ബോണ്ട് നൽകി കോടികളുടെ തട്ടിപ്പ് നടന്നതായാണ് ആക്ഷേപം. നിരവധി പേർ തട്ടിപ്പിനിരയായതായി സൂചനയുണ്ടെങ്കിലും 2 പേരാണ് പോലീസിൽ പരാതി നൽകിയത്. ഈ 2 പരാതിക്കാരുടെയും അടുത്ത ബന്ധുക്കളുടെയും പേരിലുള്ള നിക്ഷേപം മാത്രം 1 കോടിയോളം രൂപ വരും. 2021 മുതൽ വിവിധ ഘട്ടങ്ങളിലാണ് ഇത്രയും തുക നിക്ഷേപിച്ചത്. കഴിഞ്ഞ ജൂൺ വരെ ഇവരുടെ നിക്ഷേപത്തിന് പലിശ ലഭിച്ചിരുന്നു. ജൂലൈ മാസം പലിശ ലഭിക്കാതായതോടെ സംഘത്തിൽ അന്വേഷിച്ചപ്പോഴാണ് തട്ടിപ്പ് വെളിപ്പെടുന്നത്. സ്ഥിര നിക്ഷേപത്തിന് നൽകിയ ബോണ്ടുകൾ സംഘത്തിൻ്റേതല്ലെന്നും ഇവരുടെ പേരിൽ നിക്ഷേപമില്ലെന്നും ഭാരവാഹികൾ അറിയിക്കുകയായിരുന്നു. കഴിഞ്ഞ ജൂൺ 30-ന് ഈ സംഘത്തിലെ ഒരു ജീവനക്കാരൻ ആത്മഹത്യ ചെയ്തിരുന്നു. സാമ്പത്തിക തട്ടിപ്പിന് ഉത്തരവാദി ഇയാളാണെന്ന തരത്തിലാണ് സംഘം അധികൃതർ നിക്ഷേപകരോട് പറഞ്ഞതത്രേ. ഇതിനിടെയാണ് ഇവർ പോലീസിൽ പരാതി നൽകിയത്. പരാതി നൽകി 1 മാസം കഴിഞ്ഞതിന് ശേഷമാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഇതിനിടയിൽ പണം തിരിച്ചു നൽകുന്നത് സംബന്ധിച്ച് നിക്ഷേപകരുമായി ചർച്ച നടന്നിരുന്നുവെങ്കിലും ഫലം കണ്ടില്ല. കോളിളക്കം സൃഷ്ടിച്ച ഇളംകുളം സഹകരണ ബാങ്ക് സാമ്പത്തിക ക്രമക്കേട് കേസ് 27 വർഷത്തിന് ശേഷവും വിചാരണയ്ക്കെടുക്കുന്നു. കോട്ടയം വിജിലൻസ് കോടതിയിൽ വിചാരണ ഉടൻ ആരംഭിക്കും. അന്വേഷണ ഉദ്യോഗസ്ഥരായ 4 പോലീസ് ഓഫീസർമാർ ഇതിനകം മരിച്ചു. സാക്ഷികളിലും പ്രതികളിലും മുഴുവൻ പേരും ജീവിച്ചിരിപ്പില്ല. ആദ്യ വർഷങ്ങളിൽ തൃശൂർ വിജിലൻസ് കോടതിയാണ് കേസ് പരിഗണിച്ചിരുന്നത്. കേസിലെ മുഖ്യപ്രതിയും ബാങ്ക് സെക്രട്ടറിയുമായിരുന്ന പനമറ്റം മുളങ്ങുന്നത്ത് പറമ്പിൽ ഗോപിനാഥൻ നായരെ കഴിഞ്ഞ മാർച്ചിലാണ് വിജിലൻസ് അറസ്റ്റ് ചെയ്തത്. ഒളിവിലായിരുന്ന പ്രതി US-ലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നാണ് പിടിയിലായത്. ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് തേടി ഗോപിനാഥൻ നായർ ഇന്നലെ വിജിലൻസ് കോടതിയെ സമീപിച്ചിരുന്നു. എല്ലാ മാസവും ആദ്യ ശനിയാഴ്ച കോടതിയിൽ ഹാജരായി ഒപ്പിടണമെന്ന വ്യവസ്ഥ ഇളവ് ചെയ്യണമെന്ന അപേക്ഷയിൽ കോടതി 26-ന് വാദം കേൾക്കും. പ്രോസിക്യൂഷനു വേണ്ടി KK ശ്രീകാന്ത് ഹാജരാകും. 1998-ലാണ് കേസ് രജിസ്റ്റർ ചെയ്ത് വിജിലൻസ് കോടതി അന്വേഷണം ആരംഭിച്ചത്. അന്ന് കോട്ടയത്ത് വിജിലൻസ് കോടതി ആരംഭിച്ചിരുന്നില്ല. ബാങ്ക് ഭരണസമിതി 1993-97 കാലയളവിൽ 12 കോടി രൂപയുടെ ക്രമക്കേട് നടത്തിയെന്നാണ് കേസ്. വഴിവിട്ട് വായ്പ നൽകി വായ്പാ പരിധി ലംഘിച്ചു, ഹുണ്ടിബിയിൽ ഡിസ്കൗണ്ടിങ്ങിൽ വെട്ടിപ്പ് നടത്തി തുടങ്ങിയ ക്രമക്കേടുകൾ സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാറാണ് കണ്ടെത്തിയത്. 1957-ൽ കപ്പ സഹകരണ സംഘമായി ആരംഭിച്ച സൊസൈറ്റി 1969-ൽ ഇളംകുളം സർവീസ് സഹകരണ ബാങ്കായി. M. ഗോപിനാഥൻ നായർ സെക്രട്ടറിയായിരുന്ന കാലത്താണ് ബാങ്കിന്റെ വളർച്ചയും തകർച്ചയും. 12 കേസുകളിലും സെക്രട്ടറിയാണ് മുഖ്യപ്രതി. അന്നത്തെ ഭരണസമിതി അംഗങ്ങളും ചില ജീവനക്കാരും ചേർന്ന് കോട്ടയം ജില്ലാ വിനോദസഞ്ചാര വികസന സംഘം സൊസൈറ്റി രൂപീകരിച്ച് ബാങ്കിന്റെ തുക അവിടെ നിക്ഷേപിച്ച് റിയൽ എസ്റ്റേറ്റ്, റിസോർട്ട്, ഹോട്ടൽ മേഖലകളിൽ നിക്ഷേപം നടത്തി. ഇത് നഷ്ടത്തിലായി. സമരത്തെ തുടർന്ന് സംസ്ഥാന സഹകരണ ബാങ്ക് കോട്ടയം ജില്ലാ സഹകരണ ബാങ്ക് മുഖേന നിക്ഷേപകരുടെ മുഴുവൻ പണവും തിരികെ നൽകി. എന്നാൽ ക്രമക്കേടുകളിൽ പങ്കുണ്ടായിരുന്ന ചില രാഷ്ട്രീയ നേതാക്കൾ കേസിൽ നിന്നും ഒഴിവാക്കപ്പെട്ടെന്ന് അന്ന് ആക്ഷേപം ഉയർന്നിരുന്നു.